ഇനി ശോഭാ സുരേന്ദ്രന് ഇപ്പോൾ ഒരു സ്ഫോടക വസ്തുവിന്റെ പേരിൽ പബ്ലിസിറ്റി ആകേണ്ട ഒരാവശ്യവുമില്ല. എന്നെ അറിയാത്ത ഒരമ്മയും ഒരു സഹോദരനും ഈ കേരളത്തിലില്ല. ആ കുട്ടി ആ വീട്ടിലേ ഇല്ല. ആ കുട്ടി സ്വന്തം വീട്ടിലേ ഇല്ല. പിന്നെ നിങ്ങളുടെ മുന്നിൽ വേറൊരു കാര്യം പറയാം. ആ കുട്ടിയുടെ അമ്മ എന്നെ കാണാൻ വന്നു. വേറൊരു കുട്ടിയുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അവര് രണ്ടുപേരും നമ്മുടെ വീട്ടിലിരിക്കുന്നു. കുട്ടിയുടെ അമ്മ മൗനമായിട്ടിരിക്കുന്നു, ഒന്നും പറയുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. അതെപ്പോ ഞാൻ പോലീസിന് അന്ന് അതായത് ഈ സംഭവം നടന്ന ഇതിന്റെ പിറ്റേ ദിവസം 3:30 മണിക്ക് എനിക്ക് വാടാനപ്പള്ളിയിൽ ഞാനൊരു പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കുന്ന സമയത്താണ് വന്നത്. അപ്പോൾ കൂട്ടുകാരൻ്റെ അമ്മ പറഞ്ഞു, ഇത് അതായത് ഈ വീട്ടിലെ കുട്ടി അനുവാദം കൊടുത്തിട്ടാണ് എൻ്റെ മകൻ ഇത് ചെയ്തിട്ടുള്ളത് എന്നവർ പറയുകയുണ്ടായി. അവർ പറഞ്ഞു എന്നോട്, അല്ലല്ല അനുവാദം കൊടുത്തു എന്ന്. അപ്പൊ ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുന്നിലേക്ക് ബൈക്കിൽ പോയി ഇത്രയും വലിയ സ്ഫോടന ശബ്ദത്തിൽ ഒരു സാധനം വെടിച്ചിടാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തതാണോ? അപ്പൊ ഈ സഹോദരി പറയുകയാണ്, എന്റെ മകൻ എന്റെ മകൻ അല്ലെ. അപ്പൊ അവര് ഞാൻ പറയട്ടെ, അപ്പോ ആ സഹോദരി പറയുകയാണ്, എന്റെ മകൻ കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരാളാണ്. ഈ രണ്ട് ഡയലോഗുകളിലെയും ആശയത്തിന്റെ സുതാര്യതയും വ്യത്യസ്തതയും രണ്ടു പേരോടുമായി സംസാരിക്കുമ്പോൾ അറിയാനുള്ള ഒരു വിവേകമൊക്കെ കഴിഞ്ഞ 10-30 വർഷമായിട്ട് ജനങ്ങളെ കാണുന്ന എനിക്കുണ്ട്. അത് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. പിന്നെ തൃശ്ശൂരിലെ മാധ്യമ പ്രവർത്തകർക്കും ഇതൊരു മാലപ്പടക്കമാക്കണം എന്നാണ് താല്പര്യമെങ്കിൽ എനിക്ക് വളരെ സന്തോഷം. ആ വിഷയത്തിൽ ഞാൻ പറഞ്ഞു, ബൈക്ക് അവിടെ നിന്ന് വരുന്നു, അകലെ നിന്ന് വരുന്നു. ദൃശ്യങ്ങളിലല്ല, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ ഗേറ്റിന് പുറത്തുള്ളതാണ് നമുക്ക് കാണാൻ പറ്റും. അല്ല, കാണിച്ചല്ലോ ഞാൻ. അതെ, തിരിച്ചു വരുന്നതായിട്ടുള്ള ദൃശ്യം. അത് പോലീസ് അന്വേഷിക്കട്ടെ. അല്ല, എനിക്കിനി കേരളത്തിലെ തൃശ്ശൂർ ജില്ലയുടെ അല്ലല്ല, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അതായത് രാത്രി 10:45 വീട്ടുകാരെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ കൂടി അകത്തിരിക്കുമ്പോൾ ഇവർ ഒരുമിച്ച് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു എന്നാണല്ലോ പോലീസ് കണ്ടെത്തിയത്. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പുറത്തു വരണ്ടേ? പടക്കം പൊട്ടിക്കാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിൽ നിന്ന് ഈ സ്ഫോടക വസ്തു വലിച്ചെറിയുന്നതാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്ന ഈ വിഷ്വൽ. അപ്പൊ ചെറുപ്പക്കാരെ പടക്കം പൊട്ടിക്കുകയായിരുന്നുവെങ്കിൽ കൂട്ടുകാരുടെ കൂടെ ആ ചെറുപ്പക്കാരനും പുറത്തേക്ക് വരണ്ടേ? അപ്പൊ ഇങ്ങനെയാണോ? അപ്പൊ ഇനി മുതൽ കേരളത്തിൽ ഈസ്റ്ററിനും വിഷുവിനും ഓണത്തിനുമൊക്കെ ആരുടെ വീടിന്റെ മുന്നിലേക്കും ഗുണ്ടെറിഞ്ഞ് രാത്രിയില് ഭീഷണിപ്പെടുത്താമെന്നാണോ ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിൽ? നിങ്ങൾ ലേറ്റ് ആക്കി എടുത്താൽ മതി. നിങ്ങൾക്കാണ് ഇതിൽ വ്യക്തി താല്പര്യമുള്ള ഏത് ചാനലാണെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ ലൈറ്റായിട്ടും നിങ്ങൾ ലൈറ്റായിട്ടോ ഇത് നോക്കൂ, നിങ്ങൾ 10 തവണ ചോദിച്ചാലും ഇത് ലളിതമായിട്ടോ കഠിനമായിട്ടോ എടുക്കണം എന്നുള്ളത് എങ്ങനെ? എന്താണ്? അല്ല, എന്താണ് ഇത് സംഭവിച്ചത്? എന്താണ്? ബൈക്കിൽ നിന്ന് അല്ല മിസ്റ്റർ ശോഭാ സുരേന്ദ്രന് നാട്ടിൽ പബ്ലിസിറ്റി ആയത് ഞാൻ 13 വയസ്സ് മുതൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പൊതുപ്രവർത്തനം നടത്തിയിട്ടാണ്. ഇനി ശോഭാ സുരേന്ദ്രന് ഇപ്പോൾ ഒരു സ്ഫോടക വസ്തുവിന്റെ പേരിൽ പബ്ലിസിറ്റി ആകേണ്ട ഒരാവശ്യവുമില്ല. എന്നെ അറിയാത്ത ഒരമ്മയും ഒരു സഹോദരനും ഈ കേരളത്തിലില്ല. പാർട്ടിയിൽ എങ്ങനെ ഒതുക്കപ്പെടുന്നു? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അല്ല, സഹോദരൻ ഏത് ചാനലിലാണ്? അതെയോ, ദേശാഭിമാനി. പിന്നെ ഇതിലും അല്ലല്ല, ദേശാഭിമാനി നോക്കൂ, ഞാൻ ഒരു
കാര്യം പറയട്ടെ സാർ, ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ നിങ്ങളുടെ PK ശ്രീമതി ടീച്ചർക്ക് മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള സഹായ സഹകരണങ്ങൾ ചെയ്താൽ നന്നായിരിക്കും. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തില് കഴമ്പില്ലാത്ത ചോദ്യത്തിന് ആൻസർ പറയാനിരിക്കുന്ന ആളല്ല ഞാൻ.